എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് സർ തോന്നുന്നത്. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം ആദിവാസി കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 4 MLA മാർ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ശിശുമരണങ്ങളുടെ കാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു മുൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി AK ബാലന്റെ ചോദ്യം. ഇപ്പോഴും തുടരുന്ന ശിശുമരണവും ഗർഭമലസലും തടയാൻ 2013 ഏപ്രിൽ മുതൽ സ്വീകരിച്ച നടപടികൾ എന്തെന്നായിരുന്നു KS സലീഖയും V ചെന്താമരാക്ഷനും ചോദിച്ചത്. പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് KV വിജയദാസും ചോദ്യമുന്നയിച്ചു. എന്നാൽ നക്ഷത്രചിഹ്നമിടാത്ത 4 ചോദ്യങ്ങൾക്കും വിവരം ശേഖരിച്ചു വരുന്നുവെന്ന ഒരേ ഒരു മറുപടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാറിന് നൽകാനുണ്ടായിരുന്നത്. 2013 മാത്രം 40-ലേറെ കുട്ടികൾ മരിക്കാനിടയായത് കുട്ടികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രശ്നത്തിലിടപെട്ട് അട്ടപ്പാടിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു. 125 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരും ശിശുമരണം തടയാൻ അടിയന്തര പ്രാധാന്യത്തോടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുമെന്നും ന്യൂട്രീഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഈ പാക്കേജുകളും പദ്ധതികളും കൊണ്ട് ആദിവാസികൾക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപമുയർന്നു. അതിനിടെയാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യത്തിൽ നിസ്സംഗമായ മറുപടി നൽകിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.